അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ പിന്നെ എന്ത് പേടിക്കാനാണ്? ആരെ ഭയപ്പെടാനാണ്? ലോകം മുഴുവനും പിന്നീട് അവനെ ഭയപ്പെടുകയാണ്. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്റെ കൂടെ മലഞ്ചെരുവിലൂടെ നടന്നു നീങ്ങുകയാണ്. കുറെ ദൂരം അങ്ങെത്തിയപ്പോൾ രണ്ടുപേരും ക്ഷീണിച്ചുപോയി. രണ്ടുപേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമത്തിനിരിക്കുകയാണ്. അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്താണ് ഒരു സിംഹമതാ നൊണ്ടിക്കൊണ്ട് പാഞ്ഞു വരുന്നു. ശിഷ്യൻ അവിടുന്ന് അങ്ങ് എഴുന്നേറ്റു ഓടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉസ്താദ് ആ ശിഷ്യന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇരിക്കുമോനെ, ഇരിക്കുമോനെ, ഇരിക്കുമോനെ. ശിഷ്യൻ പറഞ്ഞു, സിംഹമാണ് ശൈഖവറുകളെ വരുന്നത്, നമ്മെ രണ്ടുപേരും ഉപദ്രവിച്ചു കളയും, നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. ശൈഖ് പറഞ്ഞു, മോനെ ഇരിക്കൂ, എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ, ഇരിക്കുമോനെ. പേടിച്ചു വിറച്ചുകൊണ്ട് മനസ്സോടെ ശൈഖിന്റെ തൊട്ടടുത്തായിക്കൊണ്ട് ശിഷ്യൻ ഇരിക്കുകയാണ്. ആ ശൈഖദാ സിംഹം നൊണ്ടി പാഞ്ഞു വരികയാണ്. പാഞ്ഞു വന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖവറുകളുടെ മുമ്പിൽ മുട്ടുകുത്തി അവിടെ നിൽക്കുന്നു. എന്നിട്ട് രണ്ട് കാലങ്ങെടുത്തിട്ട് ശൈഖവറുകളുടെ മടിയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ആ സിംഹത്തിന്റെ കാല് നോക്കുമ്പോൾ പയുത്തി ചീഞ്ഞുകൊണ്ട് ചലം നിറഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരൊരു മുള്ളങ്ങെടുത്തിട്ട് അതിന്റെ കാലിലേക്ക് ഒരു കുത്തു വെച്ചു കൊടുക്കുകയാണ്. ചലവും ചീറ്റിയങ്ങ് തെറിക്കുകയാണ്, രക്തവും ചലവും. അവസാനം ബഹുമാനപ്പെട്ട ശൈഖവറുകള് ഒരു ശീലക്കഷ്ണം എടുത്തിട്ട് അതിന്റെ കാലങ്ങ് ചുറ്റിക്കൊടുക്കുകയാണ്, കെട്ടിക്കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ സിംഹം അവിടുന്ന് കാലെടുത്തിട്ട് നടന്നങ്ങ് പോയി. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ആകെ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. ഉസ്താദേ, അങ്ങേക്ക് സിംഹത്തിനെ പേടിയില്ലേ? ക്രൂരമായ ജന്തുക്കളുള്ള ഈ കാട്ടിലൂടെ നടന്നു നീങ്ങുമ്പോ ക്രൂരജന്തുക്കൾ വരുമ്പോൾ അങ്ങേക്ക് ഭയമില്ലേ? അങ്ങെന്തുകൊണ്ടാണ് പേടിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖവറുകളെ പറയുകയാണ്, അള്ളാഹുവിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇച്ഛകളെ മുഴുവനും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഉറപ്പാണ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും നമ്മെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസില്ലേ, ലോകത്തുള്ള സർവ്വ ജന്തുക്കളോ അള്ളാഹുവിനെ പേടിക്കുന്ന ആളെ പേടിക്കുന്നു. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരൊക്കെയുണ്ടോ അവരെ അള്ളാഹുവിന്റെ മുഴുവൻ ജീവജാലങ്ങളും ഭയപ്പെടുന്നുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ ജീവജാലങ്ങളും ഈ തഖ്വയിൽ ജീവിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഇച്ഛകളെ മുഴുവനും പുറന്തള്ളിക്കൊണ്ട് ഭയഭക്തിയോടെ ജീവിക്കുന്നവനെ പേടിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്.